ഞാനേ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. വേഗം വരണേ. നമ്മുടെ കാശൊന്നും മേടിക്കണ്ടേ? വേഗം വേണേ. അതെ, ചെല്ലമ്മേമ്മച്ചി അവിടെ കാത്തി ഇപ്പോണ്ട്. അവസാനം നീ കാശ് മേടിച്ചിട്ട് അതുവഴി അങ്ങ് മുങ്ങി കളയരുത്. ഓടാ അവിടുന്ന്. ഏതായാലും പ്രോഗ്രാം നന്നായിരുന്നു, നല്ല കയ്യടിയായിരുന്നു. അതെ, എന്തൊക്കെ പറഞ്ഞാലും അപ്പക്കുട്ടൻ ചേട്ടാ, ആളുകളുടെ മുമ്പിൽ സ്റ്റേജിൽ കയറുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ്. അവര് കയ്യടിക്കുന്നതും ചിരിക്കുന്നതും കാണുമ്പോൾ ഒരു സംതൃപ്തി. അപ്പൊ ആ ക്യാഷ് ഒന്ന് സെറ്റിൽ ചെയ്യുമായിരുന്നെങ്കിലേ. പിന്നെ നിങ്ങളുടെ ഈ പരിപാടി വിചാരിച്ചത്ര നന്നായില്ല, എന്നാലും ഇരിക്കട്ടെ. ഇതെന്താ സാറേ? ഇത് രൂപ. ഇത് 1000 രൂപയല്ലേ ഉള്ളൂ. 10,000 രൂപ തരാന്നല്ലേ സാറ് പറഞ്ഞിരുന്നത്? 10,000 എന്നൊരു വാക്ക് ഞാനോ താനോ പറഞ്ഞിട്ടില്ല. 1 രൂപ തരണമെന്ന് ഞാൻ തീർത്ത് പറഞ്ഞതല്ലേ. ഒന്നെന്ന് വെച്ചാ 10,000 രൂപയാ. ആ, ഒന്നെന്ന് പറഞ്ഞ ഞങ്ങൾക്കൊക്കെ 1000 രൂപയാ. അങ്ങനെ ധരിച്ചാ ഞാൻ സമ്മതിച്ചത്. കിട്ടിയത് മാറ്റോണ്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇല്ലെങ്കിലേ ഇവിടുത്തെ പിള്ളേർ ചിലപ്പം കയറി പെരുമാറും. എടാ, എവിടെയാണ് എന്റെ 8,000 രൂപ? എന്നെ പറ്റിക്കാനാണോ നിന്റെ വിചാരം? മര്യാദക്ക് എന്റെ കാശ് താ. വെക്കടാ കാശ്. ഓരോരുത്തർക്ക് 3,500 രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് 350 ഉലുവേ കൊല്ലുന്നതിനെ ഞാൻ. എടാ, കള്ളത്തരം പറയരുത്, സത്യം പറയടാ. ബാക്കി 9,000 രൂപ നീ എവിടെ ഒളിപ്പിച്ചു വെച്ച്? കയ്യടിയിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. കാശ് എണ്ണി കൈ കിട്ടുമ്പോഴാണ് എനിക്ക് സന്തോഷം. ഏയ്, ലവനിത് എവിടെ പോയി കിടക്കുന്നത്? കാണുന്നില്ലല്ലോ. കാശും വാങ്ങിച്ചു മുങ്ങിയ രൂപ 10,000. ചേട്ടന്മാരെ, എന്താ നിങ്ങളോട് വന്ന ചേട്ടാ അവിടെ ബോധം കെട്ട് വീണു. അയ്യോ, എവിടെ? സ്റ്റേജില്. വല്ല ഹാർട്ട് അറ്റാക്കും വന്നോ? ഏയ്, അവനിപ്പോ ഹാർട്ട് അറ്റാക്ക് വരെ ഒരു സാധ്യത കാണുന്നില്ല. ഇനി ചിലപ്പോ ഒന്നെന്ന് പറഞ്ഞതേ 10,000 പകരം 1,00,000 ആണോ? മുരളി, വാ വാ. പിഷാരടി 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 ഡേയ്, പിഷാരടി ഡേ, കണ്ണൂർന്നാ ഡേയ്. എടാ, എന്ത് പറ്റിടാ പിഷാരടി? അപ്പൊ കൂടി ചേട്ടാ ഓടിപ്പോയി വെള്ളം എടുത്തുണ്ടോ? അനിയ, കുറച്ച് വെള്ളം പിഷാരടി കൊണ്ടുവാ. കണ്ണൂർക്കടാ. പിഷാരടി, ദാ പിഷാരടി പിഷാരടി എന്തിനാ കരയുന്ന? കാര്യം പറ. എടാ, എന്തിനാ മോങ്ങുന്ന? ഒറ്റ അവരെന്നെ വിളിച്ചപ്പോ കാശ് കിട്ടിയോ? അത് അവര് മുങ്ങിയ പൈസ ആയിട്ട്. എടാ, പിന്നെ എന്തിനാ കരയുന്ന? നമ്മൾ ഒന്നെന്ന് പറഞ്ഞപ്പോ അവര് വിചാരിച്ചത് 1000 രൂപ. നമുക്കൊന്ന് 10,000 എന്ന് പറഞ്ഞപ്പോ അവർക്കൊന്ന് 1000 പറഞ്ഞ അവന്മാര്. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്റെ ഓട്ടോ കൂടി കളഞ്ഞപ്പോ എല്ലാവർക്കും. നീ 1000 കൊണ്ട് എന്തോ ചെയ്യാൻ പോന്നു? ഈ 1000 രൂപ കൊണ്ട് വണ്ടി, സൗണ്ട്, ലൈറ്റ് എല്ലാം നീ, ഞാന്, ഇവന്. ആരെങ്കിലും വിളിക്കുമ്പോ 10 പറയണം, എന്നാലേ 10,000 കിട്ടും. എനിക്ക് കേൾക്കണ്ട കേൾക്കണ്ട കേൾക്കണ്ട. മീറ്റിംഗ് പോലും. എന്ത് മീറ്റിംഗാ? ആരുടെ മീറ്റിംഗാ? മീറ്റിംഗോ അതോ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. യമുനെ, നീ ഇങ്ങനെ ചീപ്പാവരുത്. ഞാൻ പറഞ്ഞാണല്ലോ സിംഗപ്പൂരിൽ നിന്ന്, അല്ല സോറി, തായ്ലൻഡിൽ നിന്ന്. സിംഗപ്പൂരും തായ്ലൻഡും ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. ഡോളിയുടെ ഭർത്താവ് ഇവിടെ വന്ന് പറഞ്ഞോന്ന് നിങ്ങൾ കേട്ടില്ലല്ലോ. എനിക്ക് മരിക്കാനാ തോന്നിയത്. പിന്നെ മരിക്കാൻ എന്താന്ന് വെച്ചാ ഒരു കൊച്ചു വളർന്നു വരുന്നുണ്ടല്ലോ. എന്റെ പൊന്നി യമുനെ, ഇതെനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഒന്നാമത് ഈ വർഗീസ്, അയാളൊരു ജെന്റിൽമാനാ. അയാൾ നേരിട്ട ഡോളിയെ യാത്രയാക്കാൻ എയർപോർട്ടിൽ വന്നത്. പിന്നെ അയാളെന്തിനാ ഡോളി ചോദിച്ച് ഇവിടെ വരുന്നത്? രണ്ടാമത്, ഡോളിയെ കുറിച്ച് നീ ഇത്ര ചീപ്പായിട്ട് പറയരുത്. മറ്റൊന്നും കൊണ്ടല്ല, അവക്ക് നിന്നെ വലിയ റെസ്പെക്റ്റാ. ഏതു സമയത്ത് നിന്റെ സൗന്ദര്യത്തെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. ആ സ്ഥിതിക്ക് നീ ഇങ്ങനെ ചന്ത പെണ്ണുങ്ങളെ പോലെ ചീത്ത പറഞ്ഞ. ഹലോ ഹലോ, ആരാ വിളിച്ചിട്ട് മിണ്ടാതിരിക്കുന്നേ? ഹലോ. ആരായാലും എനിക്ക് അയാളോട് താങ്ക്സ് ഉണ്ട്. കാരണം അങ്ങനെയെങ്കിലും നിന്റെ ദേഷ്യവും അടങ്ങിയല്ലോ. ഞാനെടുക്കാം. ഒന്ന് മാറിക്കേ. ഹലോ സാറേ, ഇതെന്നാ പണിയാ? ഫോൺ എന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ. മറിച്ചൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എനിക്ക് ഉടനെ കാണണം.
അല്ല, റോങ് നമ്പർ. ഏതോ റോങ് നമ്പറാ. എനിക്ക് തീരെ വയ്യ. ഗ്യാസ് ട്രബിൾ ആണെന്നാ തോന്നുന്നത്. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാ. ഹലോ, ആ നീ ഒരു കാര്യം ചെയ്, നമ്മുടെ ഓഫീസിലോട്ട് വാ. ഞാൻ ഉടനെ വരാം. അത് വേണ്ട, നമ്മൾ പതിവായി മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വന്നാ മതി. ദേ എന്നെ ചതിക്കല്ലേ, പിന്നെ എന്റെ ശവമേ കാണൂ. വരാന്ന് പറഞ്ഞില്ലേ? ആ, ഉടനെ വരാം. കർത്താവാണ് സത്യം. സാർ എന്നെ കൈവിട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മാനം കെട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് മേലാ. നീ ഒന്ന് അടങ്ങന്റെ ഡോളി. പോണെന്ന്. ഞാൻ എങ്ങനെ അടങ്ങും? കർത്താവേ, എനിക്ക് ഈ മനുഷ്യനോട് ഇഷ്ടം തോന്നി. എന്റെ കെട്ടിയവന്റെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ സന്തോഷിച്ചിട്ടില്ല. അങ്ങനെ വേറൊരു രീതിയായിരുന്നു. അപ്പോഴാ സാറിനെ കാണുന്നതും അടുത്ത് പെരുമാറുന്നതും ഒക്കെ. സാറിന് ഓർമ്മയുണ്ടല്ലോ, സാറിനെ നിർബന്ധിച്ചപ്പോഴാ ഞാൻ ജോലിക്ക് കയറുന്ന പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടു നടന്ന് കാര്യം സാധിച്ചേച്ച് വലിച്ചെറിഞ്ഞ് കളയുന്ന ചില അവന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മുതലാളിമാര്. പ്രമോദ് സാർ അത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നിന്നോട് സംസാരിക്കാൻ എനിക്ക് വയ്യ. കർത്താവാണ്, ഞാൻ പോയി തൂങ്ങിച്ചാവും. നോക്കിക്കോ, അല്ലെങ്കിൽ വിഷം കഴിക്കും. ഒന്നെങ്കിൽ ഇനിയുള്ള ജീവിതം സാറിന്റെ കൂടെ, അല്ലെങ്കിൽ എനിക്കിത് വേണ്ട. എന്നാത്തിനാ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പരിഹാസം കേട്ട് ഞാൻ ജീവിക്കുന്നേ? ഡോളി, ബി പ്രാക്ടിക്കൽ. നിനക്ക് തൽക്കാലം ഞാനൊരു ഹോസ്റ്റലിൽ താമസം ഏർപ്പാട് ചെയ്യാം. എല്ലാ ചെലവും ഞാൻ വഹിച്ചോളാം. വേണ്ട സാറേ, അത് ശരിയാവത്തില്ല. ശ്ശെ. ഏത് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഹസ്ബൻഡ് കൂടെ വരണം, അല്ലെങ്കിൽ ഫാദർ വേണം. ഇതിപ്പോ സാർ എന്റെ കൂടെ ഒന്ന് ബുക്ക് ചെയ്താലും ഇന്നല്ലെങ്കിൽ നാളെ അത് യമുനാമ്മയുടെ അറിയില്ലേ? നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നമാവും. എന്നാലൊരു ഫ്ലാറ്റ് എടുത്താലോ? അപ്പോഴും ഇതേ പ്രോബ്ലം തന്നെ വരും. മാത്രമല്ല, ഞാൻ എങ്ങനെ തനിച്ച് ജീവിക്കും സാറേ? മറിയച്ചന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയാം. കത്തി കയറ്റി കളയും. ആ, എന്നാ പിന്നെ നീ തന്നെ പറ. ഞാൻ പറയാം. എനിക്ക് തോന്നുന്നതാണേ, നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളത് ഇപ്പൊ തന്നെ യമുന മാഡത്തിന് സംശയമുണ്ടേ. വറീച്ചൻ അവിടെ ചെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പ്രത്യേകിച്ചും. അപ്പൊ പിന്നെ അതിങ്ങനെ മനസ്സിൽ എപ്പോഴും കരടായിട്ട് കിടക്കും. അതേസമയം ഞാൻ നേരിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? അയ്യോ, നീ എന്താ ഡോളി പറയുന്നത്? ലോകത്തിൽ ഏതെങ്കിലും ഭർത്താവ് അങ്ങനെ ചെയ്യൂ? ഭാര്യയ്ക്ക് സംശയമുള്ള സ്ത്രീയെ കൊണ്ട് ചെല്ലൂ? ഇല്ല. അങ്ങനെ ചെല്ലുമ്പോ സാറിന്റെ മനസ്സ് ക്ലീൻ ആണെന്ന് അവർക്ക് തോന്നും. വറീച്ചന് മോത്തിട്ടൊരു അടി കൊടുത്തതിന് തുല്യാവും ചെയ്യും. നീ പറയുന്നതിലും കാര്യമുണ്ട്. എന്നാ പിന്നെ ഒന്നും എടി, ഒരു പേടിക്കണ്ട. വിട്ടോളെ. അയ്യോ, വറീച്ചൻ! അയ്യോ, എടി പട്ടി, ആഹാ, നിന്നെ ഇന്ന് ഞാൻ നീ വന്നത് തലയിൽ നോക്കി തുടങ്ങി. എടി, അങ്ങോട്ട് മാറ്. വർഗീസേ, താനിക്കെന്റെ തനി സ്വഭാവം അറിഞ്ഞൂടാ. വേണ്ട വേണ്ട, എനിക്കിനി അവളെ വേണ്ട. നീ എടുത്തോ, നീ കൊണ്ടുപോയി കീപ്പാക്കി വെച്ചു. എവളുമാരെന്ന് കുടിച്ച വെള്ളത്തിൽ പോലും ചോദിച്ചൂടാ. അയ്യോ, വറീച്ചൻ പോയി. എന്റെ കർത്താവേ, ഞാൻ ഇനി എന്തോ ചെയ്യും? അരജനെ നമ്പി പുരുഷനെ കൈവിട്ടു. ഇപ്പൊ അരജനും ഇല്ല, പുരുഷനും ഇല്ല. അയ്യോ. ഡോളി വിഷമിക്കണ്ട. ഡോളി പറഞ്ഞതുപോലെ നമുക്കാദ്യം എന്റെ വീട്ടിലേക്ക് തന്നെ പോകാം. ഇവളെന്താ ഇവിടെ? അവക്ക് പോവാൻ വേറെ ഇടവില്ല. അതുകൊണ്ട് അവളെ നിങ്ങൾ കല്യാണം കഴിച്ചോ? ഛേ, അതിന്റെ തന്തയുടെ സ്വഭാവം കുറെ നാളായിട്ട് ഞാൻ സഹിക്കുന്നു. പക്ഷേ യമുനെ, ദിസ് ഈസ് ടു മച്ച്. നീ കാരണം ഒരു പെണ്ണിന്റെ ജീവിതമാണ് നശിച്ചത്. ഞാൻ എന്ത് ചെയ്തു? മാഡം മറീച്ചനോട് എന്നെ കുറിച്ച് എന്താ പറഞ്ഞത്? അങ്ങേരെന്നെ തെറ്റിദ്ധരിച്ച് പുറത്താക്കി. മാഡത്തിന്റെ മുഖത്ത് നോക്കിയത് പിന്നെ അങ്ങേർക്ക് എന്നെ വെറുപ്പാണെന്ന്.
ഞാൻ മാഡത്തിനെ പോലെ ഒരു നല്ല സ്ത്രീയുടെ ജീവിതം തകർക്കാൻ വന്ന പിശാച്ചാണെന്ന്. മാഡം, കർത്താവാണ്, എന്നെ വിശ്വസിക്കണം. എനിക്ക് പ്രമോദ് സാറ് എൻ്റെ സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെയാ. എന്നെ വിശ്വസിക്കണം. ഡോളി വെറുതെ അവളോട് ഇതൊന്നും പറയണ്ട. ഷി വോണ്ട് അണ്ടർസ്റ്റാൻഡ്. അവൾക്ക് സംശയരോഗമാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് അവൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടും. വിചിത്രമായ ചില ഭാവനാചിത്രങ്ങൾ. മാഡം എന്നെ ഇറക്കി വിട്ട ഞാൻ പോയി മരിക്കും. കാരണം എനിക്ക് പോകാൻ വേറെ ഇടമില്ല. എല്ലാവരുടെ മുമ്പിലും എൻ്റെ സ്ഥിതി അങ്ങനെയായി. ഞാനൊന്നും പറഞ്ഞില്ല ചേട്ടാ. അയാൾ ഇവിടെ കയറി വന്ന്. നോ, നീ കൂടുതൽ വാദിക്കണ്ട. എനിക്കറിഞ്ഞൂടെ ദേഷ്യം വന്നാൽ നീ എന്തൊക്കെ പറയുമെന്ന്. ഡോളി, എനിക്ക് എൻ്റെ ഭാര്യയെ വലിയ സ്നേഹമാണ്. അവളെ എനിക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ യു ഷുഡ് നോ സംതിങ്. സ്നേഹം കൂടുമ്പോഴുള്ള സംശയവും ഇൻസെക്യൂരിറ്റിയും കാരണം ആർക്ക് വേണമെങ്കിലും അവളെ പറഞ്ഞു തിരിക്കാം. ഹോ, ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീക്ക് എന്തിനാ ഇൻസെക്യൂരിറ്റി? എന്നെ പോലെ ഒരു തടിച്ചുകോതയായിരുന്നെങ്കിൽ ശരിയാ. എനിക്ക് വറീജിനോട് ഒരു പൊസസീവ്നെസ് ഒക്കെ തോന്നും. പക്ഷേ മാഡം എത്ര സ്ലിമ്മാ. യു ആർ സോ സ്വീറ്റ്. പക്ഷെ ഞാൻ സത്യമായിട്ട് ഞാൻ അയാളോടൊന്നും പറഞ്ഞില്ല. മാഡം എന്നെ കൈവിടാതിരുന്നാൽ മാത്രം മതി. എന്ത് വേണമെന്നാ? നമുക്ക് ഇവളെ ഇവിടെ താമസിപ്പിക്കാം. ഒന്നാമത് ഓഫീസിലെ കുറെ പണി പെൻഡിങ്ങാ, അതൊക്കെ തീർക്കാം. അപ്പോഴത്തേക്ക് വർഗീസും നമ്മൾ തമ്മിലുള്ള തെറ്റിദ്ധാരണയും മാറും. ദേ, ഞാനൊരു ശല്യം ഉണ്ടാക്കില്ല മാഡം. ഐ ക്യാൻ സ്റ്റേ ഇൻ ഹോസ്റ്റൽ ഓർ ലോഡ്ജ്. അതുകൊണ്ടാ. പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം പരിശുദ്ധമാണെന്ന് ഇവൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. എന്താ? അച്ഛാ, അച്ഛാ, അച്ഛനില്ലേ ഇവിടെ? ഇല്ല. എവിടെ പോയി? എനിക്കെങ്ങനെ അറിയാം? നിങ്ങളുടെ അച്ഛൻ എവിടെ പോയെന്ന് നിങ്ങളുടെ അമ്മയ്ക്കല്ലേ അറിയേണ്ടത്? അല്ല നാട്ടിലുള്ള പെണ്ണുങ്ങളാണോ? ഞാൻ ഇന്നലെ ഓഫീസിലോട്ട് വിളിച്ചപ്പോൾ വന്നില്ലെന്നറിഞ്ഞു. ഇവിടെ കാണുമെന്നാ വിചാരിച്ചത്. ആ, എന്നാ അങ്ങനെ ഇപ്പൊ വിചാരിക്കണ്ട. ഇവിടെ ഇല്ല. ഇനി സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. അങ്ങേരിവിടെ താമസിച്ചെന്നുള്ള നേരാ. ഞാൻ പറഞ്ഞു വിട്ടു. നിന്റെ അമ്മയെ പോലെ സംസ്കാരം ഇല്ലാത്ത പെണ്ണുങ്ങള് ഈ വീട്ടുമുറ്റത്ത് കയറി ഇറങ്ങുന്ന എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങേരോട് പറഞ്ഞു ഇനി ഇവിടെ താമസിക്കേണ്ടെന്ന്. വസുമതിക്കേ വയസ്സുകാലത്ത് ഒരുപാട് ജോലിയുണ്ട് കൊച്ചേ. നിന്റെ അച്ഛനെ ശുശ്രൂഷിക്കാൻ സമയമില്ല. കൊച്ചി എന്ന് എവിടാന്ന് വെച്ചാ അന്വേഷിക്കും. കൂടപ്പിറപ്പായിട്ട് കണ്ട് സ്നേഹിച്ചു പോയി. അത്രയേ ഉള്ളൂ എനിക്കൊരു മനസ്താപം. അങ്ങനെ ഇല്ലായിരുന്നേ പറഞ്ഞു വിടുമ്പോ എനിക്ക് ഇത്രയും സങ്കടം തോന്നിയില്ലായിരുന്നു. ആ, ഞാനൊന്നും പറയുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ആ, പോയത് പോട്ടെ. അച്ഛന്റെ സാധനങ്ങളൊക്കെ? ഓ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലയോ? അങ്ങനെ വീട് മാറിപ്പോയി. ഞാൻ പറഞ്ഞു ഇവിടെ താമസിക്കേണ്ടെന്ന്. വയസ്സുകാലത്ത് എനിക്ക് ഒരു പേരുദോഷം കേൾക്കാൻ വയ്യ. എവിടെ പോയതാന്ന് പറഞ്ഞില്ലായിരുന്നു. കൊച്ചേ, എന്റെ വായിരിക്കുന്നൊന്നും കേക്കല്ലേ കേട്ടോ. ഞാനൊന്നും ചോദിച്ചുമില്ല, അങ്ങേര് എന്നോടൊന്നും പറഞ്ഞുമില്ല. എവിടെയോ പോയി, സാധനവും കൊണ്ടുപോയി. ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നേ? അതിന് അങ്ങേരെന്റെ ആരാ? നിന്റെ അമ്മയ്ക്ക് സന്തോഷാവട്ടെ. ഭർത്താവിനെ വല്ല പെണ്ണുങ്ങളും പിടിച്ചു വെച്ചേക്കുന്നെന്നും പറഞ്ഞേ കൊടുവാളുമായിട്ടെ ഇനി ഒരുത്തിയും ഈ മുറ്റത്ത് കയറത്തില്ല. അതീ വസുമതി തീരുമാനിച്ചതാ. നീ പോയി വേറെ വല്ലയിടത്തും അന്വേഷിക്കു വച്ചേ. ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് സമയം കളയേണ്ട ഒരു കാര്യമില്ല. അയ്യോ, വെള്ളം തിളച്ചു. അരിയിടേണ്ട സമയം കഴിഞ്ഞു. നീ പോകച്ചേ. അല്ലേടി വസുമതി, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ കൂടുതൽ അങ്ങോട്ട് അടുക്കണ്ടെന്ന്. ഒന്നവിടെ മിണ്ടായിരിക്കും മനുഷ്യ. തുടങ്ങിയിട്ടുണ്ട്. കഷ്ടം തന്നെ. എല്ലാം ഈ അമ്മ കാരണോ? ഇനി അച്ഛനെ ഒന്ന് കാണാൻ ഞാൻ എവിടെ പോവും? വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ അമ്മയ്ക്ക്? അവർ എന്നോട് പറഞ്ഞത് കേൾക്കണമായിരുന്നു. എന്റെ വിഷമം കണ്ട് അച്ഛന്റെ വാശി കുറേശ്ശെ മാറി വന്നതായിരുന്നു. അമ്മ പോയി ബഹളം വെച്ച് ആകെ കുളമാക്കി. അല്ലേലും നിനക്ക് ഞാൻ എന്തോ ചെയ്താലും കുറ്റോ?
പിന്നെ എന്റെ ഭർത്താവിനെ ഒരു സ്ത്രീ പിടിച്ചു വച്ചേക്കുന്നു കേട്ടാ ഞാൻ എന്തോ ചെയ്യണം? അതും ഒരു യക്ഷി. അമ്മാവൻ പറഞ്ഞതുകൂടി കേട്ടപ്പോ പിന്നെ ഞാൻ അങ്ങ് വിശ്വസിച്ചു. പഷ്ടൊരു അമ്മാവൻ. വല്യമ്മാവൻ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കൂ? ഇവിടെ വന്ന് വല്യമ്മാവൻ നടന്നതിന് നേരെ വിപരീതമായിട്ട് ഒരു കഥയുണ്ടാക്കി പറഞ്ഞു. അല്ലാതെ പിന്നെ. അല്ല, അവരെ പറയുന്ന എന്തിനാ? അവരുടെ മുമ്പിൽ വെച്ച് എന്റെ മുഖത്ത് നോക്കി ഇനി ഒരു ബന്ധമല്ലെന്ന് അങ്ങേര് പറഞ്ഞതാ. എന്തിനാ നീ അങ്ങേരെ അന്വേഷിക്കുന്നത്? പോട്ടെ, എനിക്കിനി ഒരു ബന്ധവുമില്ല. പോട്ടെ, എവിടെയും പോട്ടെ. അമ്മയ്ക്ക് അങ്ങനെ പറയാം, പക്ഷെ എനിക്കങ്ങനെ പറയാൻ പറ്റൂ? എനിക്ക് എന്റെ അച്ഛനെ കാണണം. വല്ലപ്പോഴും മതി, എന്നാലും അച്ഛനെ കാണണം. അച്ഛനെ കണ്ടിട്ട് വരുമ്പം മനസ്സിനൊരു സന്തോഷമാ. എന്നെ കാണുമ്പോ അച്ഛനും അങ്ങനെയാ. അമ്മ വെറുതെ അതും ഇതും പറഞ്ഞ് അച്ഛൻ എങ്ങോട്ടാ പോയതെന്ന് ചോദിച്ചപ്പോ അവരുടെ ഒരു ദേഷ്യം കാണണമായിരുന്നു. അമ്മ കാരണമാ. ഇനി ഞാൻ എവിടെ പോയ അച്ഛനെ കാണുക? നിനക്കെന്തിനാടി അച്ഛൻ? അമ്മ പോരായോ? നാശം, ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെയാ. അവക്ക് വലുത് അച്ഛനാ. ഞാൻ അമ്മയുടെ എത്ര പ്രാവശ്യം പറഞ്ഞു, എനിക്ക് രണ്ടുപേരും ഒരുപോലെയാ. എനിക്ക് അമ്മയും വേണം, അച്ഛനും വേണം. വേണ്ട, നിനക്കൊന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ. ആര് വേണമെന്ന് നീ തീരുമാനിച്ചോ? അല്ലേ? അത് ശരി, അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ഞാൻ അച്ഛനെ അച്ഛന്റെ ഓഫീസിൽ പോയി കാണും. പൊയ്ക്കോ. അല്ലേലും എനിക്കിതാ വിധി. താലൊലിച്ച് വളർത്തിയാലും നീയൊക്കെ അവസാനം അങ്ങേരുടെ കൂടെ നിൽക്കൂ. എനിക്കറിയാം. അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ അച്ഛനെ വേണം. അമ്മേ, വിവാഹബന്ധം വേർപെടുത്തിയ ഭർത്താവ് ഭർത്താവല്ലാതാകും. പക്ഷേ അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം അങ്ങനെ വേർപെടുത്താൻ പറ്റൂ? ഏതെങ്കിലും കോടതിക്ക് അച്ഛനെയും മോളെയും തമ്മിൽ പിരിക്കാനൊക്കുമോ? അച്ഛാ, അച്ഛൻ എന്നോട് എന്തിനാ പിണക്കം? ഞാൻ എവിടേക്ക് അന്വേഷിച്ചു? ആ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോ അച്ഛനില്ല. എന്തിനാ പോയത്? നിന്റെ വകയായിട്ടൂടി ആക്ഷേപിക്കാനാണോ? നിന്റെ അമ്മയ്ക്ക് എന്നെ ആക്ഷേപിച്ചത് പോരെ? അമ്മ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ച് എന്നോട് എന്തിനാ ദേഷ്യം? ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ? ആരും ഒരു തെറ്റും ചെയ്തില്ല. തെറ്റ് ചെയ്തത് ഞാനാ. അവളെ കുറച്ചധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. എപ്പോഴും എന്റെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ചു. അത്രേ ഉള്ളൂ. ആ തെറ്റിന് ഞാനിപ്പോ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവളെന്നെ വേണ്ടവിധം ശിക്ഷിച്ചു. ഇനി നീ കൂടെ ശിക്ഷിക്കേ. അച്ഛൻ ഇങ്ങനെ എന്നെ സങ്കടപ്പെടുത്താതെ. എവിടെ അച്ഛനിപ്പോ താമസിക്കുന്നത്? ഞാൻ എവിടെയെങ്കിലും താമസിച്ചോളാം. എവിടെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്ന് നിന്റെ അമ്മയോടെ ഒന്ന് പറ. എന്നെ കാണാൻ നീ വരികയും വേണ്ട. എനിക്ക് എന്റെ അച്ഛനെ കാണണം. കാണണമെങ്കിൽ ഞാൻ നിന്നെ സ്കൂളിൽ വന്ന് കണ്ടോളാം. നിനക്ക് ഫീസിനും മറ്റു ചെലവിനും ആവശ്യമുള്ള പൈസ ഞാൻ അയച്ചു തന്നോളാം. എന്നെ കാണാനായിട്ട് നീ ഇങ്ങനെ ഓഫീസിന്റെ മുറ്റത്ത് വന്ന് കാത്തു നിൽക്കണ്ട. അച്ഛാ, എന്നോട് ദേഷ്യപ്പെട്ട് പോകാതെ. ദേഷ്യമല്ല മോളെ, സങ്കടം കൊണ്ടാ. എനിക്കിനി വയ്യ. ഒരു ഭർത്താവ് എത്ര വരെ താഴും? ഭൂമിയോളം. ശരി, അത് കഴിഞ്ഞും ചവിട്ടി താഴ്ത്തിയാലോ? എനിക്ക് വയ്യാഞ്ഞിട്ടാ. ക്ഷമിച്ചും സഹിച്ചു എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി. അതുകൊണ്ടാ. മോള് പോയിക്കോ, പോയിരുന്ന് പഠിക്കേ. അച്ഛനിനി നിന്റെ നല്ല ഭാവി മാത്രമേ ഉള്ളൂ ജീവിതത്തെ ആകെയുള്ള സ്വപ്നം. അച്ഛൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടി മാത്രം. അച്ഛാ